പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ഈ മകരസംക്രമ ദിനത്തിൽ ഒരു കഥ കേൾക്കൂ. സ്നേഹത്തിൻ്റെ വിളവെടുപ്പ്. മരതകക്കാട്ടിലെ പ്രധാന കൃഷിസ്ഥലമായിരുന്നു മരതകപ്പുഞ്ച. ആ വയലിൽ ഓരോ വർഷവും മകരസംക്രാന്തി എത്തിയാൽ വലിയൊരു വിളവെടുപ്പുത്സവം നടക്കും. സൂര്യൻ ധനുരാശിയിൽ നിന്ന് മകരത്തിലേക്ക് കടക്കുന്ന ദിവസം കാടിന് തന്നെ പുതുജീവൻ കിട്ടുന്നത് പോലെയായിരുന്നു. പക്ഷേ ചില കാട്ടുമൃഗങ്ങൾ ദുഃഖത്തിലായിരുന്നു. വയസ്സായ ആനയമ്മാവനും പരിക്കേറ്റ ഡിങ്കു മാൻകുട്ടിയും സാവധാനം ഇഴഞ്ഞു നടക്കുന്ന ആമയപ്പൂപ്പനും കൃഷി ചെയ്യാൻ കഴിയാതെ മാറി നിന്നു. നമുക്ക് ഈ വർഷം വിളവെടുപ്പിലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അവർ വിഷമത്തോടെ പറഞ്ഞു. അത് കണ്ട് കാട്ടിലെ നന്മയുള്ള മൃഗങ്ങൾ അവരെ പിന്തുണച്ചു. കുരങ്ങൻ കുഞ്ഞ്, മുയൽ, പക്ഷികൾ, പശു ഒരുമിച്ച് ചേരുകയായിരുന്നു. കുരങ്ങൻ പറഞ്ഞു, വിളവെടുപ്പ് ഒരാളുടേത് മാത്രമല്ല, എല്ലാവരും ചേർന്നാലേ അത് ആഘോഷമാകൂ. അങ്ങനെ അവർ ഓരോരുത്തർക്കും കഴിയുന്ന ജോലികൾ നൽകി. ആനയമ്മാവൻ കുരുമുളക് കെട്ടുകൾക്ക് കാവൽ നിന്നു. മാൻകുട്ടി പക്ഷികൾക്ക് വിശ്രമിക്കാനുള്ള ഇടമൊരുക്കി. ആമ വിത്തുകൾ സൂക്ഷിച്ചു വച്ചു. കുഞ്ഞു പക്ഷികൾ പാട്ടുപാടി എല്ലാവർക്കും സന്തോഷം പകർന്നു. വിളവെടുപ്പ് പൂർത്തിയായപ്പോൾ വയൽ സ്വർണ്ണ നിറത്തിൽ തിളങ്ങി. മകരസംക്രാന്തിയുടെ സൂര്യൻ പുഞ്ചിരിച്ചുകൊണ്ട് കാടിനെ നോക്കി. എല്ലാവരും ചേർന്ന് പുത്തരിപ്പായസം കുടിച്ചു, പുഞ്ചിരിച്ചു, സന്തോഷിച്ചു. അവരുടെ സന്തോഷം കണ്ട് മൂങ്ങ മുത്തശ്ശി പറഞ്ഞു, ശക്തിയുള്ളവരും ദുർബലരും ഒത്തുചേർന്നാൽ മാത്രമേ യഥാർത്ഥ വിളവെടുപ്പുണ്ടാകൂ. പങ്കിടലും കരുതലുമാണ് ഏറ്റവും വലിയ സമ്പത്ത്.